നമ്മുടെ മൊബൈലിലുള്ള വീഡിയോസുകൾ പല സന്ദർഭങ്ങളിലും നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് വളരെ എളുപ്പത്തിലും എന്നാൽ പ്രൊഫഷണലായിട്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ഐക്കൺ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഗാലറിയിലുള്ള വീഡിയോസുകളൊക്കെ വന്നിട്ടുണ്ടാകും. അതിൽ നിന്നും നിങ്ങൾ ഒരു വീഡിയോ തിരഞ്ഞെടുക്കുക. എത്ര വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനൊരു വീഡിയോ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് താഴെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ എഡിറ്റിംഗ് ടൂളിലേക്ക് വീഡിയോ വന്നിട്ടുണ്ട്. ഇവിടെ പ്ലസ് ഐക്കൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഗാലറിയിലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. എത്ര വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് ട്രിം എന്ന ഭാഗമാണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ഏതെങ്കിലും ഭാഗം നമുക്ക് ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ട്രിം ചെയ്യാവുന്നതാണ്. ഇവിടെ കട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ഇടയിലുള്ള ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്കതുപോലെ ഏതെങ്കിലും ടൂൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സേവ് ആകും. അതിനുശേഷം നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മ്യൂസിക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഒരുപാട് മ്യൂസിക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഗാലറിയിലുള്ള മ്യൂസിക് നമുക്ക് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മൈ മ്യൂസിക് എന്ന ഭാഗം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ മ്യൂസിക്കുകളും ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഫിൽറ്റേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഫിൽറ്റേഴ്സുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഫിൽറ്റേഴ്സുകൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഫക്റ്റ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് എഫക്റ്റുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. പിന്നെ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ടെക്സ്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഫോണ്ട് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഒരുപാട് ഫോണ്ടുകൾ ഇവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ കളേഴ്സ് എന്ന ഭാഗത്ത് ഫോണ്ടിൻ്റെ കളറുകൾ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കളറുകൾ ഇവിടെ തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ലേബൽ, ഇവിടെ ബോർഡർ എന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ ഷാഡോ, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഈ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് തന്നെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റിക്കേഴ്സ് എന്ന ഭാഗത്ത് ഒരുപാട് സ്റ്റിക്കറുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ അതുപോലെ തന്നെ റിപ്പ് എന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ സ്പീഡ്, നിങ്ങൾക്ക് വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഭാഗമുണ്ട്. ഒരുപാട് ടൂൾസുകൾ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ മൊത്തമായിട്ടും കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അതുകൊണ്ടാണ് ഞാൻ മൊത്തമായിട്ടും ഇവിടെ കാണിക്കാത്തത്. അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ വോളിയം കുറക്കാനും കൂട്ടാനും ഉള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനുള്ള, വീഡിയോ റൊട്ടേറ്റ് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ക്രോപ്പ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. വീഡിയോൻ്റെ മുകളിൽ മറ്റൊരു വീഡിയോ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ സേവ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റെസൊല്യൂഷൻ എന്നും ഫ്രെയിം റേറ്റ് എന്നും ക്വാളിറ്റി എന്നും 3 ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് വീഡിയോ ഇവിടെ കൺവേർട്ട് ആകുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ കൺവേർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സേവ് ചെയ്ത വീഡിയോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ തന്നെ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആ വീഡിയോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യവും എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.